നമുക്കൊരു സ്ഥലം കൂടി പോയാലാ? എന്താ പ്ലാൻ? എന്താ പ്ലാൻ? ഒന്നുമില്ല, പറഞ്ഞ ഒരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂര്, പാലക്കാട്, കോയമ്പത്തൂരും, മറ്റേ റൂട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം കയറി മംഗലാപുരം വരെ എത്തും. ഇതാണ് നിങ്ങൾ ചുറ്റിക്കാന്ന് പറയുന്നത്. വടക്കനപ്പന്റെ മണ്ണിലെത്തി കേട്ടാ. എനിക്കറിയില്ല, ഞാനങ്ങനെ പോവാറില്ല. എന്നിട്ടാണ് കണ്ണും കാണാൻ മേല. ഹലോ ബ്രോസ്, അന്ന് പറഞ്ഞ പോലെ നമ്മൾ ടൊയോട്ട ഹൈലക്സുമായിട്ട് ഓൺ റോഡും ഓഫ് റോഡും എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്താ പ്ലാൻ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം റിച്ചേട്ടൻ വണ്ടിയായിട്ട് എത്തും. അത് കഴിയുമ്പോൾ നമുക്ക് റിച്ചേട്ടനോട് ചോദിക്കാം. ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി പിടിക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Through the highways till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and ഹലോ രാവിലെ യെസ്, നമുക്കൊരു സ്ഥലം കൂടി പോയാലാ? എന്താ പ്ലാൻ? എന്താ പ്ലാൻ? ഒന്നുമില്ല, വണ്ടിയുണ്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങ് വിട്ടേക്കാം. എങ്ങോട്ടാ പ്ലാൻ? അത് പറയില്ല, നമുക്കൊരു പ്ലാനും ഇല്ല. വണ്ടിയുണ്ട് നമ്മുടെ കൂടെ. ഗായ്സ്, പറഞ്ഞ ഒരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. നമുക്ക് കണ്ടു നോക്കാം എന്തായാലും. we'll grow in number, fueled by them to see the horizon, turn us to thousands, and we'll grow in number, fueled by them to see the horizon, turn us to thousands. വിജയടാ, ഈ ഓൺ റോഡ് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂര്, പാലക്കാട്, കോയമ്പത്തൂരും, മറ്റേ റൂട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം കയറി മംഗലാപുരം വരെ എത്തും. അപ്പൊ നമുക്ക് ഇത് എങ്ങോട്ടാണ് പ്ലാൻ? രാവിലെ നമുക്ക് കോഴിക്കോട് പിടിച്ചാലാ? കോഴിക്കോട് ആകുമ്പോഴത്തേക്ക് നല്ല ഫുഡുണ്ട്, നല്ല ആൾക്കാരാണ്. എനിക്ക് പിന്നെ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മളെ സൽക്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവരുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുഡാണ്. നല്ല വിശപ്പ്. നമ്മളിത് കൊരട്ടി എത്തിയിരിക്കുന്നു. ഇവിടെ ആര്യാസിലേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദോശ കഴിക്കാം അല്ലേ? ദോശ, ഇഡ്ഡലി, ചമ്മന്തി, ദോശയും വടയുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തി, സദ്യ ഇതൊന്നും എടുക്കാൻ പൊതുവെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കഴിക്കും, പറഞ്ഞ മതിയൊക്കെ. പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കത്തില്ല. പ്ലെയിൻ ആയിട്ട് കഴിക്കുന്ന ഇഷ്ടം. അല്ല, പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. ചമ്മന്തിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ശരി. അതിന്റെ പേരെന്താ? സുബ്രഹ്മണ്യം. എവിടെ? നാട് എവിടാ? മധുര, തമിഴ്നാട്. ഓക്കെ, ശരി. നല്ല സർവീസ്. ഓക്കെ, എടപ്പാടി സ്ഥലം മനസ്സിലായോ? ഇല്ല. നമ്മുടെ തമിഴ്നാട്ടിലെ എക്സ് CM ഇല്ലേ, എടപ്പാടി പളനിച്ചാമി, പുള്ളിയുടെ നാടാണ് എടപ്പാടി. ADMKയുടെ അണ്ണാ, இந்த ex-CM ADMK പളനിച്ചാമിയുടെ നാടാണ്. അവരാണ് ഇനി നെക്സ്റ്റ്. ഓ, തീരുമാനിച്ചു കഴിഞ്ഞു.
ഈ മറ്റേ നമ്മുടെ ഹൈക്രോസ് ഇപ്പം എത്ര കിലോമീറ്റർ? ഹൈക്രോസ് ഒരു 7000 കിലോമീറ്റർ. 7000 കിലോമീറ്റർ അല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം. ഈ പറഞ്ഞ രീതിയിൽ ടൊയോട്ടയുടെ വണ്ടീനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഹൈക്രോസ് നല്ല വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് റോഡില് ഇപ്പൊ ഈ പറഞ്ഞ രീതി ഓൺ ദ റോഡില് കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണത്. അപ്പൊ എന്താ പറയാ, മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളോ അങ്ങനെയല്ലേ പറയാ. പറഞ്ഞ രീതി നമ്മളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആഗ്രഹം കണ്ടിട്ട് വണ്ടി എടുക്കുന്നവരല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി ഭ്രാന്ത് കൊണ്ടിട്ട് ആ ഒരു ഇത് കൊണ്ട് ചെറുപ്പത്തോട്ട് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ വണ്ടി എടുക്കുന്നത് കൂടുതലും. ശരി ശരി ശരി. ചിലപ്പോ നമുക്കത് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഹൈലക്സ് എടുത്ത് ഇതൊക്കെ ഒരു ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. ഫസ്റ്റ് സർവീസ് നോർമൽ ചെക്കപ്പും കാര്യങ്ങളേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. നല്ല സർവീസ് ആയിരുന്നു അവരുടെ. അവിടെ കാര്യങ്ങൾ അവിടെ നമ്മളെ കൊണ്ടിരുത്തി കാര്യങ്ങളൊക്കെ അതേ കണക്ക് രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. മനസ്സിലായോ? പിന്നെ നമുക്ക് വാഷ് ഉള്ളതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു വാഷ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ പോരാൻ പറ്റും. മനസ്സിലായി. ഓക്കെ. ഇനിയിപ്പോ അടുത്ത സർവീസ്? ഇനി അടുത്തത് 10,000-ലാണ്. അതിനു മുമ്പ് ഈ ഇടയ്ക്ക് ആഡ് ബ്ലൂ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഷോറൂമിൽ തന്നെ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് സർവീസ് അതിൽ വരുമ്പോ ആഡ് ബ്ലൂവിനകത്ത് കാണിക്കുമെന്നാണ് പറഞ്ഞത്. എവറി ഒരു 3,000-4,000 കിലോമീറ്റേഴ്സിനുള്ളിൽ ചെയ്താൽ നല്ലതാണ്. അത് വാണിംഗ് കാണിക്കും. അത് ആഡ് ബ്ലൂ എന്താ സെറ്റപ്പ്? ഈ വലിയ വണ്ടികൾക്കൊക്കെ മാത്രമേ ഞാൻ ആഡ് ബ്ലൂ അല്ല, പുതിയ ഡീസൽ വണ്ടികൾക്കെല്ലാം ആഡ് ബ്ലൂ ഇതുണ്ട്. കുറച്ചുകൂടെ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചേട്ടൻ പറഞ്ഞു തന്നെ കേട്ടോ സംഭവം. ഡീസൽ വാഹനങ്ങളിലെ മലിനീകരണം കുറയ്ക്കുന്നതിനാണ് ആഡ് ബ്ലൂ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ആഡ് ബ്ലൂ വാഹനത്തിന്റെ എക്സോസ്റ്റ് സിസ്റ്റത്തിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ മതി ഇതെല്ലാം ചാറ്റ് GTP അല്ലേ? ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ എന്ത് ഉപകാരം നിങ്ങള് ചുമ്മാ പഠിച്ചു പറ്റേ പരീക്ഷ പാസ്സാണൊക്കെ പറയുന്നത് പോകുന്നു. അല്ലെ, ഇതൊന്നും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ചാറ്റ് GTP പറയുന്ന വിശ്വാസം. ആഡ് ബ്ലൂ എന്താണ് ഇതൊരു ഡൗട്ട് ചേട്ടനും ഉണ്ടായിരുന്നു. അത് സത്യമായിട്ടാ പറഞ്ഞു. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ചാറ്റ് GTP അത് കൺഫേം ചെയ്യാന്നുള്ളതാണ്. ആ ഒരു നോളജ് ഇപ്പൊ കിട്ടിയില്ലേ? നമ്മള് വണ്ടി എടുത്തിട്ട് ഏകദേശം നമ്മൾ ഓൺ റോഡ് എത്ര രൂപയ്ക്ക് ഇറക്കിയ? ഓൺ ദ റോഡ് പ്രൈസ് 38 lakhs ആണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഒരു 11 ലക്ഷം രൂപ നോർമൽ റേറ്റ്. എനിക്ക് തോന്നുന്നു 49 എന്തോ സംതിങ് അവർ പറഞ്ഞത്. അതിന്നൊരു 11 ലക്ഷം രൂപ കുറച്ച് തന്നു. അല്ല, ഇപ്പൊ എന്തോ ഒരു വണ്ടിയുടെ ഒക്കെ ഒരു ഇത് വന്നിട്ടില്ലേ? ഇത്ര ടാക്സിൽ എന്തോ വ്യത്യാസം വന്നിട്ടില്ല. അതെ തന്നെ, അതൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവര് ഇത്രയും കുറച്ച് തന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ കൈരളിയിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ അവരുടെ? കൊള്ളാം കേട്ടോ. അവരുടെ ഡീലിങ് ഇപ്പോ നല്ല ഡീലിംഗാണ്. ഞാൻ 2020-ലാണ് ആദ്യമായിട്ട് കേരളി ഫോർഡ് എൻഡോവർ എടുത്ത. അതായിരുന്നു അവിടെ ആയിട്ടുള്ള ഡീലിംഗ് തുടക്കം. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം അവിടുന്ന് ഹൈക്രോസ് എടുത്ത്. അവിടെ നല്ല ഡീലിംഗ് ആണ്. അതുകൊണ്ടിട്ടാണ് അവർ അവിടെ നിന്ന് തന്നെ എടുത്തത്. നല്ല ഡീലിംഗ് ആണ്, ഒന്നും പറയാനില്ല. അല്ല, നമുക്ക് വണ്ടിയുടെ കറക്റ്റ് സമയത്തൊക്കെ കാര്യങ്ങളെല്ലാം റെഡി എല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യും. കാര്യങ്ങളെല്ലാം വളരെ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ശരി. നല്ല ഇതാണ്, നല്ല സർവീസാണ്. അല്ലെ, നമ്മുടെ വണ്ടി ഇറങ്ങിയ ഡേറ്റ് എനിക്ക് തോന്നുന്നു വണ്ടിയുടെ നമ്പറും ഒക്കെ എല്ലാം കൂടെ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നല്ലേ? എല്ലാം 13. അത് തന്നെ, മൊത്തം 13. എൻഡോർ എന്തിനാ കൊടുത്തത്? അത് ഞാൻ ഫോർഡ് എൻഡോറേ ലോണിലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നേരത്തെ ഷെവർലെറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നിർത്തിപ്പോ രാവിലെ അറിയില്ല ബ്രാൻഡ്. അപ്പോൾ അത് നിർത്തിപ്പോയപ്പോ വണ്ടിയുടെ വാല്യൂ ശരിക്കും കുറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് വാല്യൂ കുറയുന്നുള്ള പേടിയായിപ്പോയി. അപ്പോൾ ആ ടൈമിൽ ഫോർഡ് എൻഡോറിന് നല്ല ഡിമാൻഡ് വരുന്നു. അപ്പൊ എനിക്ക് ഏകദേശം മേടിച്ച വിലക്ക് തന്നെ വണ്ടി കൊടുക്കാൻ പറ്റി. അങ്ങനെ ഒരു ഗുണം കിട്ടി. അതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയായിരുന്നു? അവരുടെ അടിപൊളി സർവീസ് ആയിരുന്നു. അതിന്റെ നന്നായിട്ട് ഈ കൈരളിയുടെ ഇതിൽ പോയപ്പോ നല്ല സർവീസ് ആയിരുന്നു അവരുടെ. ശരി. അതുകൊണ്ടിട്ടാണ് ഇത് ഇപ്പം ടൊയോട്ടയിലേക്ക് വന്നപ്പോഴും മറ്റേ ഇതിലൊന്നും ഞാൻ കൈരളി ചൂസ് ചെയ്യാൻ കാരണം അവർക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനൊരു വണ്ടിയുടെ പുറകെ നടന്ന് കുറേ പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ്, പല ഡീലർഷിപ്പുകളിലൊക്കെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പൊ ചില ഡീലർഷിപ്പുകളിലൊക്കെ പോകുമ്പോ ഇയാൾ
അയാളൊന്നും എടുക്കൂല എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകും. 1-2 പ്രാവശ്യമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ കയർലിക്കാർ എത്ര പ്രാവശ്യം പോകണമെങ്കിലും ടെസ്റ്റ് ഡ്രൈവിന് അവർ എനിക്ക് വണ്ടി തരും. അതാണ് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. സോ അവര് മടുക്കില്ല, സാർ വീണ്ടും ഇനിയും വേണോ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നു ഒരുപാട്, ഞാനൊരു ഈവൻ ഫോർഡിന് തന്നെ ഒരുപാട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പല ടെറൈൻസിലൊക്കെ പോയിട്ട്. അപ്പൊ അങ്ങനെയാണ് അത്. അപ്പൊ അത് അതിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് അതിനകത്ത് ഒരു ഐക്രോസ് എടുക്കാൻ പോയപ്പോഴാണെങ്കിൽ ഒരുപാട് ടെസ്റ്റ് ഡ്രൈവ് ഒരു തന്ന്. അതാണ് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. അതാണ് നമുക്കത് ഒരു കസ്റ്റമറിനെ അത് എടുക്കില്ല എന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെ ഒരു ഇതായിട്ട് ചെയ്യത്തില്ല. വടക്കരപ്പന്റെ മണ്ണിലെത്തി കേട്ടോ. തൃശ്ശൂര് വടക്കര. ഇനിയിപ്പോ ഏകദേശം നമുക്ക് ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തും. എങ്ങനെയാണ് ഫുഡിന്റെ പരിപാടി? ഫുഡ് അടിക്കുന്ന എവിടുന്നാണ് കോഴിക്കോട്? ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ? ഗൂഗിളിൽ വേണോ രാവിലെ അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിച്ചാൽ പോരെ. ഗൂഗിളിലൊക്കെ കിടക്കുന്നത് എപ്പോഴും കറക്റ്റ് ആണോ നിർബന്ധമൊന്നുമില്ല. ഓട്ടോ ചേട്ടന്മാരോടും ഒക്കെ അങ്ങനെ എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ചോദിക്കുന്നതായിരിക്കും നല്ലത്. സത്യസന്ധമായിട്ട് പറഞ്ഞു തരും. ഗൂഗിളിൽ കിടക്കുന്ന ഞാൻ പൊതുവെ പോകുമ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ട് മിക്കതും ചീറ്റി പോയിട്ടേ ഉള്ളൂ. ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് സൈഡിൽ വണ്ടി വരുമ്പോ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അടുത്ത് വരുന്നു എന്ന് കാണിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് തന്നെ എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ? എന്തിട്ടാണ്? ഒന്നുമില്ല, വിശന്നിട്ട് എന്റെ കുടലേരിയത്. അല്ലല്ല, ഏകദേശം നമ്മള് കോഴിക്കോട് എത്തി. കഴിക്കാൻ പറ്റിയ ഹോട്ടൽ ഏതുണ്ടോ? അല്ല എനിക്കറിയില്ല, ഞാനങ്ങനെ പോവാറില്ല. ആണാ? ഓക്കെ. ഫുഡ് കഴിക്കാൻ പാരഗൺ. ഓക്കെ, താങ്ക് യു. പബ്ലിക് ഒപ്പീനിയനായി പോയി. വേറെ ഒന്നും ചെയ്യാൻ നിവർത്തില്ല. 1/2 മണിക്കൂർ മെയിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനും 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ പബ്ലിക് ഒപ്പീനിയനെ നമ്മൾ റെസ്പെക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്, അവിടെ മൊത്തം ഇല്ല. വിശന്നിട്ടാണ് കുടലും കരിച്ചിട്ട് വയ്യ. എന്റെ നമ്പർ എപ്പോ വരും? അതന്നെ വിശന്നിട്ടാണ് കണ്ണും കാണാൻ മേല. ബിരിയാണി ഏതൊക്കെയുള്ള? ചിക്കൻ, മട്ടൻ ബിരിയാണി, എനിക്ക് മട്ടൻ ബിരിയാണി, കല്ലുമക. ഞാനും ടേസ്റ്റ് ചേട്ടാ. ഇങ്ങനെ കൈ കൊണ്ട് അങ്ങനെയാണ് കൊള്ളാം. കല്ലുമ്മ സൂപ്പർ. ഇത്രയും
സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ. അത് ഞാൻ പണ്ട് കഴിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ്. അതെ, അടിപൊളി ഫുഡായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ. ഓക്കെ, ബൈ ബൈ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തെങ്കിലേ ശരിക്കും നല്ല രീതി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഓവർ മസാലയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആ ഒരു കഴിച്ചതിൻ്റെ ഒരു ഫീൽ, ഒരു ബിരിയാണി കഴിച്ചതിൻ്റെ നല്ലൊരു ഫീല് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ബിരിയാണിയും കഴിച്ച് എമ്പക്കം വിട്ട് നിൽക്കുമ്പോഴാണ് റീച്ചാറിൻ്റെ ഫ്രണ്ട്സ് വന്നത്. ഒരു ഹലോ പോലും പറയാതെ ഞങ്ങളെയും കൂട്ടി എങ്ങോട്ടായി പോകുന്നതെന്ന് മനസ്സിലായോ? മാല അതിന്റെ യെല്ലോനെ കൊണ്ടുണ്ടാക്കുന്ന അതിന്റെ വൈറ്റിനെ കൊണ്ടുണ്ടാക്കുന്നതാണ് മുട്ട സുരുക്ക, വെള്ളട, മട്ടൻ കട്ട്ലേറ്റ്, ബോംബെ സമൂസ, ചെമ്മീൻ കേക്ക് എല്ലാം കോഴിക്കോട് വന്നാൽ പ്രത്യേകിച്ച് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഫുഡ്. അത്രയും വർഷമായിട്ട്, അതായത് 5:30 മുതൽ രാവിലെ വൈകിട്ട് 5:30 മുതൽ വൈകിട്ട് 5:30 ഓൺവേർഡ്സ് തുറക്കും. വൈകിട്ട് ക്ലോസിംഗ് എപ്പോഴാണ്? ഇതേ തിരക്കുണ്ടാവും രാവിലെ. ഏർലി മോർണിംഗ് 5:30 തിരക്കുണ്ടാവും. ഈ സാധനങ്ങളിൽ അപ്പോഴും റെഡിയാണ്. അല്ല, മോർണിംഗ് വേറെ കുറെ ബ്രെഡ് ടോസ്റ്റ് മോർണിംഗ് കഴിക്കാൻ പറ്റുന്ന. ഒരു നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. അതെ, RJP എന്നുള്ള പേര് എന്നെ സാധാരണ എല്ലാവരും ഹൈലൈറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. നിനക്ക് മാത്രം അറിയാതെ വേറെ ഒന്നും നല്ലല്ല. നമ്മൾ അറിയാവുന്നവർക്കറിയാം, നമ്മൾ RJP എന്ന് വിളിക്കുമല്ലോ. അതെ, RJP അല്ലേ? RJP ഷോപ്പിലും കൊള്ളാം. ഈ ഫുഡിനെക്കാട്ടിലും എല്ലാം ഉപരി ഉണ്ടല്ലോ, നിങ്ങളെ കാണാൻ പറ്റുന്നതാണ് ഏറ്റവും സന്തോഷം. പ്രത്യേകിച്ച് ആമസോൺ ഇപ്പോൾ വന്ന് പരിചയപ്പെട്ടെങ്കിലും വളരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ അലീനെ പരിചയപ്പെട്ടതേ ഉള്ളൂ. പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെ ഫീൽ ചെയ്യുന്നു. അത് ഈ കോഴിക്കോട് എന്തായാലും കോഴിക്കോട് വന്നിട്ട് പാരഗൺ എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് എസ്കേപ്പ് അടിക്കാനായിരുന്നു. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഓൾറെഡി തൃപ്തിയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് ബോംബെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ എല്ലാ ഫുഡും, നമ്മൾ കഴിയുന്ന എല്ലാ ഫുഡും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളെ ബോംബെ ഹോട്ടലിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? കോഴിക്കോട് വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബോംബെ ഹോട്ടൽ. ഓൾറെഡി ഉച്ചക്കുള്ള ഒരു ഹെവി ബിരിയാണി കഴിച്ചിരിക്കുകയാണല്ലോ, അടുത്തൊരു ഹെവി സ്നാക്സ് തന്നെ ആയിക്കോട്ടെ. അത്യാവശ്യം നല്ല തരങ്ങളുണ്ട്, കോഴിക്കോട് തന്നെ ഐറ്റംസ് ഉണ്ട്. ആ ഒരു ഉദ്ദേശത്തിൽ കൊണ്ട് നല്ല ഇഷ്ടമായി വിചാരിക്കും. ഉറപ്പായിട്ട് ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം എന്തായാലും നിങ്ങളുടെ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. കോഴിക്കോട് ഒരുപാട് സ്പോട്ടുകൾ, ഒരു സ്പോട്ട് മാത്രം. ഓക്കെ, ഇനി ഒരുപാട് വിഭവങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഞങ്ങൾ പോണ ഒരു ദിവസം പോരാ, ഒരു മിനിമം കോഴിക്കോട് ടൗണിലുള്ള ഫുഡ് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു 2-3 ഡേയ്സ് എന്തായാലും വേണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തേക്ക് കുറച്ചും കൂടി സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ കിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. മോസ്റ്റ് വെൽക്കം. കപ്പാസിറ്റിയോടെ ഒരു 1-2-3 ദിവസം ഡയറ്റിങ് നന്നായിട്ട് ചെയ്തിട്ട് വരാം. പോരെ? അടിപൊളി അടിപൊളി അടിപൊളി. കുറെ കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോ കാണുന്നത്, കുറെ വർഷത്തിന് ശേഷമാണ്. തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. പേര് സ്ഥിരം ഉറപ്പായിട്ട്
ഞങ്ങളുടെ ഓഡിയൻസിനോടൊരു സൈനിങ് പറഞ്ഞു. അപ്പം